ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കൈതക്കുഴി സെന്റ് തോമസ് മാർത്തോമ യുവജന സഖ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ലെൻ ഡിവോഷനിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ വീണ്ടും ഒരു നോമ്പിന്റെ കാലം കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നിരിക്കുകയാണ്. കുറച്ചു കാലം നാം പിന്നോട്ട് ചിന്തിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നാം എവിടേക്കോ നഷ്ടപ്പെടുത്തിയതായിട്ടുള്ള കുറെ ഏറെ നന്മകൾ ഉണ്ടാവും അല്ലേ? ആ നന്മകളെയൊക്കെ ഒന്ന് തിരിച്ചു പിടിക്കുവാനും ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ള ബന്ധം എപ്രകാരമാണെന്ന് തിരിച്ചറിയുന്നതിനും നമ്മെ തന്നെ ആത്മശോധന ചെയ്ത് ക്രിസ്തുവിൽ പുതുക്കുന്നതിനും മനുഷ്യചിന്തകളെ ശുദ്ധീകരിക്കുന്നതിനുമായുള്ള മഹത്തായ ദിനങ്ങളാണ് ഈ നോമ്പിന്റെ നാളുകൾ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ വലിയ നോമ്പിന്റെ 3-ാം ദിനത്തിൽ സഭയായി വേർതിരിച്ചിരിക്കുന്ന ചിന്താവിഷയം ക്രിസ്തുവിൽ പുതിയ സൃഷ്ടി എന്നതാണ്. എ ന്യൂ ക്രിയേഷൻ ഇൻ ക്രൈസ്റ്റ്. അതിനാധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ്. ഇവിടെ നാം കാണുന്നത് നിക്കോദിമോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെയാണ്. നിക്കോദിമോസ് കുറേയേറെ ചോദ്യങ്ങൾ ഈ വേദഭാഗത്ത് ക്രിസ്തുവിനോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ ക്രിസ്തു ഇപ്രകാരം മറുപടി പറയുകയാണ്: വീണ്ടും ജനിക്കാതെ ആരും ദൈവരാജ്യം കാണുകയില്ല എന്ന്. ഈ നിക്കോദിമോസ് പലസ്തീനിലെ സാമൂഹ്യ സാഹചര്യങ്ങളിൽ ജീവിച്ച യഹൂദനായ ഒരു പരീശനായിരുന്നു. അവന് ക്രിസ്തുവിനെ കുറിച്ച് നന്നായി അറിയാവുന്നവനായിരുന്നു. ക്രിസ്തു റബ്ബിയാണെന്നും അവൻ അത്ഭുതങ്ങളും അടയാളങ്ങളും ധാരാളം ചെയ്യുന്നവനാണെന്നും അവൻ ഈ ലോകത്തിലേക്ക് വന്നത് ലോകത്തെ രക്ഷിപ്പാനായിട്ടും ആണെന്നും ഒക്കെ ഈ നിക്കോദിമോസിന് അറിയാമായിരുന്നു. എന്നാൽ ഒരു പ്രശ്നം നിക്കോദിമോസിനുണ്ടായിരുന്നു. ഇതൊക്കെ അറിയാമെങ്കിലും ആ സത്യം തന്റെ ജീവിതത്തിൽ സ്വീകരിക്കുവാനോ അതനുസരിക്കുവാനോ അവൻ തയ്യാറായില്ല എന്നതായിരുന്നു അവന്റെ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോഴാണ് ക്രിസ്തുവോട് മറുപടി പറയുന്നത് ഒരു പുതിയ സൃഷ്ടിയാകുവാനായിട്ട് നിക്കോദിമോസിനോട് പറയുന്നു. നമ്മളും ചിലപ്പോൾ ഈ നിക്കോദിമോസിനെ പോലെയാണ് അല്ലേ? നമുക്ക് ക്രിസ്തു ആരാണെന്ന് നന്നായി അറിയാം, എന്നാൽ അവനെ ഹൃദയം കൊണ്ട് സ്വീകരിക്കാൻ നാം പലപ്പോഴും തയ്യാറാകാറില്ല. എന്നാൽ ഈ നോമ്പ് കാലത്ത് നമ്മുടെ ഉള്ളിലെ പാപ സ്വഭാവങ്ങളെയൊക്കെ നീക്കം ചെയ്ത് ക്രിസ്തുവിനെ പൂർണ്ണമായി സ്വീകരിക്കുവാനും അവൻ ആരാണെന്നും എന്താണെന്നും അവൻ പഠിപ്പിച്ച കൽപ്പനകളെ പ്രമാണിപ്പാനും നമുക്ക് സാധ്യമായി തീരണം. അങ്ങനെ ക്രിസ്തുവിൽ രൂപാന്തരപ്പെട്ട് ജീവിക്കുവാൻ ഈ നോമ്പ് കാലത്ത് നമുക്കിടയായി തീരട്ടെ. നാം ജീവിതത്തില് ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി ഓടുമ്പോൾ ഒരു സെക്കൻഡ് പോലും കളയാതെ നാം ഓടുന്നത്. അങ്ങനെ ഓടുമ്പോൾ നമുക്ക് എവിടേക്കോ നഷ്ടപ്പെട്ട ചില മൂല്യങ്ങളുണ്ട്, ചില നന്മകളുണ്ട്. അവയൊക്കെ തിരിച്ചു പിടിക്കുവാനായിട്ട് നമുക്ക് ഈ നോമ്പ് കാലത്ത് സാധ്യമായി തീരണം. മനുഷ്യൻ കല്ലിനെ പോലും അപ്പമാക്കുവാൻ വേണ്ടി ഓടുകയാണ്. എന്നാൽ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്രകാരം ഈ നോമ്പ് കാലത്ത് നമുക്ക് ജീവിക്കുവാനായിട്ട് ഇടയായി തീരട്ടെ. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമ്മിലെ പാപിയായ മനുഷ്യൻ മരിക്കുകയും നമ്മില് പുതിയൊരു ജീവൻ ഉയർപ്പിക്കുകയും ചെയ്യും. പ്രകൃതി തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്തിനാണ് ഈ നോമ്പ് എന്ന്. നമുക്കറിയാം, ദൈവത്തിന്റെ സൃഷ്ടിയായ മരങ്ങൾ പോലും കാലം കാലത്തോട് ചേരുമ്പോൾ അതിലെ പഴുത്ത ഇലകൾ പൊഴിയും. എന്നാൽ അതിന്റെ ഉള്ളില് ഒരു പ്രതീക്ഷയുണ്ട്. ഒരു നല്ല മഴ പെയ്യുമ്പോൾ തന്നില് ജീവന്റെ പുതിയ നാമ്പുകൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ. അങ്ങനെ ആയിരിക്കണം ഓരോ വിശ്വാസിയുടെയും ജീവിതം എന്ന് പറയുന്നത്. എവറി സാക്രിഫൈസ് ആൻഡ് പ്രെയർ ഇൻ ദിസ് ലാൻഡ് makes us into a new creation of God. ഈ നോമ്പ് കാലത്തില് നമ്മുടെ ചെറിയ പ്രാർത്ഥനകളോ ചെറിയ ത്യാഗങ്ങളോ പോലും നമ്മെ പുതിയൊരു സൃഷ്ടിയാക്കി മാറ്റാറുണ്ട്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, അപ്രകാരം ക്രിസ്തുവിൽ രൂപാന്തരപ്പെട്ട് നല്ല പ്രതീക്ഷയുള്ളവരായി ജീവിക്കുവാൻ ഈ നോമ്പുകാലം നമ്മെ സഹായിക്കട്ടെ. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യം: ആരെങ്കിലും ക്രിസ്തുവിലുണ്ടെങ്കിൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയവയെല്ലാം കഴിഞ്ഞുപോയി, ഇതാ എല്ലാം പുതുതായി മാറിയിരിക്കുന്നു. Let this Lent be the beginning of a new life in Christ. Thank you.